24 ബിഗ് ബ്രേക്ക്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗ സംഘത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമന്റെ പരാതിയെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയതെന്നാണ് സൂചന. വോട്ടിന് പണം ആരോപണത്തിലും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് ശോഭയോട് കടുത്ത എതിർപ്പുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് വോട്ടിൽ നോട്ട് ആരോപണം ശോഭാ സുരേന്ദ്രനെ ഉയർന്നു വരുന്നത്. സംഭവത്തിൽ പോലീസ് കേസടക്കമെടുത്ത് അന്വേഷണം തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ഏറെ വിജയസാധ്യത കൽപ്പിച്ച പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച ജനറൽ സെക്രട്ടറി കൂടിയ ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പ് അവലോകനം ഏത് തരത്തിൽ പാർട്ടി പെർഫോം ചെയ്യുന്നതടക്കം വിലയിരുത്തുന്ന അവലോകന യോഗത്തിൽ നിന്ന് മാറ്റിയിരുന്നു. അലക്സ് പറയൂ. സുഹൈല, മുതിർന്ന നേതാവും അതുപോലെ പാലക്കാട്ടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുരേന്ദ്രനോട് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതിർത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഏപ്രിൽ 23-നുള്ളിൽ നിയമസഭാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ അവലോകന യോഗങ്ങൾ പൂർത്തിയാക്കണമെന്ന് ബി.ജെ.പി സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. അതിൽ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ, അതായത് നിലവിൽ ശോഭാ സുരേന്ദ്രൻ ഒഴികെയുള്ള 3 ജനറൽ സെക്രട്ടറിമാർ, മറ്റു മുതിർന്ന നേതാക്കൾ, അങ്ങനെ ഒരു ജില്ലയിൽ, അത് 14 ജില്ലകളിൽ അവലോകന യോഗങ്ങൾ ചേരണം. ഒരു ജില്ലയിൽ 3 നേതാക്കൾക്കാണ് അവലോകന യോഗത്തിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. അതിൽ ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, അനൂപ് ആന്റണി തുടങ്ങിയ ജനറൽ സെക്രട്ടറിമാരും മറ്റ് മുതിർന്ന നേതാക്കളും ഈ 14 ജില്ലകളിലെയും അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും. ഇതിലേറ്റവും പ്രധാനം ഒന്ന്, ഈ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിന് കോഴ നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യം ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ വലിയ തോതിൽ വെട്ടിലാക്കിയതായി ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മറ്റൊന്ന്, ആലപ്പുഴയിലെ മഹിളാ നേതാവ് ബിന്ദു ഉദയകുമാറിനെ ഫോണിൽ വിളിച്ച് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയ ഓഡിയോ സന്ദേശവും പുറത്തു വന്നു. അതിൽ ഒരു സംസ്ഥാന നേതാവിന്റെ പേര് പരാമർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പരാതിയിലാണ് നിലവിൽ ശോഭാ സുരേന്ദ്രനെതിരെ നടപടി സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ചുമതല ഈ പ്രധാനപ്പെട്ട അവലോകന യോഗ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇതിൽ അവലോകന യോഗത്തിൽ പ്രധാനമായി നിയമസഭാ ഇലക്ഷൻ മാനേജ് കമ്മിറ്റിയുടെ പ്രവർത്തനമടക്കം ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് ഈ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അംഗങ്ങളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം കോർ കമ്മിറ്റിയുടെ പ്രവർത്തനം, സോഷ്യൽ മീഡിയ പ്രവർത്തനം, ബൂത്ത് തല പ്രവർത്തനം, ശക്തി കേന്ദ്ര സമ്പർക്കം തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പങ്കെടുക്കേണ്ടിയിരുന്ന അതിന് അധികാരം ഉണ്ടായിരുന്ന യോഗത്തിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒഴിവാക്കിയിരിക്കുന്നത്. അലക്സ മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.